എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിൻഡോസ് സെർവർ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ലിനക്സ് സെർവർ, ലിനക്സ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു ലിനക്സ് സെർവർ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് ലിനക്സ് യൂസർ പെർമിഷൻസ്, അതുപോലെ ലിനക്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കമാൻഡ്സ് എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് വളരെ ശ്രദ്ധയോടെ കാണുക. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലിനക്സ് സെർവർ ഓവർവ്യൂ, പാർട്ടീഷനിങ്, ഡുവൽ ബൂട്ടിംഗ്, ഇൻസ്റ്റലേഷൻ പ്രോസസ് ഓഫ് ലിനക്സ് സെർവർ, പോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻ ഓഫ് ലിനക്സ് സെർവർ. ലിനക്സ് സെർവർ ഓവർവ്യൂ. ഒരു ലിനക്സ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഹയർ വെർഷനാണ്. സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ ബിസിനസ് ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, വെബ് സർവീസസ്, ഫയൽ ഷെയറിംഗ് സർവീസസ്, ഇമെയിൽ സെർവർ, പ്രിൻ്റ് സെർവർ. ലിനക്സ് സെർവർ ആണ് കൂടുതലായി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് സെർവറിനെ അപേക്ഷിച്ച് ലിനക്സ് സെർവറിൻ്റെ പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്. സ്റ്റെബിലിറ്റി. ഏറ്റവും കൂടുതൽ സ്റ്റേബിളായി വർക്ക് ചെയ്യുന്നത് ലിനക്സ് സെർവറാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി. ലിനക്സ് സെർവറിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടുതലാണ്. മൂന്നാമതായി ഫ്ലെക്സിബിലിറ്റി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലിനക്സ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ ഉദാഹരണങ്ങൾ ഉബുണ്ടു സെർവർ, റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് സെർവർ, സൂസെ ലിനക്സ് സെർവർ, സെൻറ്റോസ് ലിനക്സ് സെർവർ. സെൻറ്റോസ് ലിനക്സ് സെർവർ റെഡ് ഹാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പാർട്ടീഷനിങ്. ഒരു കമ്പ്യൂട്ടറിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രധാനമായും നമുക്ക് 3 തരം പാർട്ടീഷൻസാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തേത് റൂട്ട് പാർട്ടീഷൻ എന്ന് പറയുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫയലുകൾ ഈ പാർട്ടീഷനിലാണ് ലോഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടീഷൻ സ്വാപ്പ് ഏരിയ എന്നറിയപ്പെടുന്നു. ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പോർഷൻ റാം പോലെ സിസ്റ്റം യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് സ്വാപ്പ് ഏരിയ എന്ന് പറയുന്നത്. സ്വാപ്പ് ഏരിയയുടെ സൈസ് ഏകദേശം റാമിൻ്റെ കപ്പാസിറ്റിയുടെ 1.5 മടങ്ങോ മാക്സിമം 2 മടങ്ങോ നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഹാർഡ് ഡിസ്കിൽ നിന്നും ഡാറ്റ ആക്സസിങ് സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനായി ഡിസ്കിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാന ഭാഗത്തിലോ ആണ് സ്വാപ്പ് ഏരിയ പാർട്ടീഷൻ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് ഹോം പാർട്ടീഷൻ എന്നറിയപ്പെടുന്നു. ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ യൂസേഴ്സ് ഡയറക്ടറിക്കു സമാനമായ ഒരു ഡയറക്ടറിയാണ് ഹോം പാർട്ടീഷൻ. യൂസറുടെ പേഴ്സണൽ ഫയൽസ്, ആപ്ലിക്കേഷൻ സെറ്റിങ്സ്, മ്യൂസിക്, ഡൗൺലോഡ്സ്, ഡോക്യുമെൻറ്റ്സ് എന്നീ ഫയലുകൾ ഹോം പാർട്ടീഷനിലാണ് സേവ് ചെയ്യപ്പെടുന്നത്.
ഹോം ഫോൾഡർ ഒരു സെപ്പറേറ്റ് പാർട്ടീഷനായി സേവ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴോ നമ്മുടെ പേഴ്സണൽ ഫയൽസ് ഒന്നും നഷ്ടപ്പെടാതെ ഈ ഹോം ഫോൾഡറിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട പ്രധാനപ്പെട്ട 3 പാർട്ടീഷൻസാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടീഷൻ റൂട്ട് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഫയൽ സിസ്റ്റം ext4 ആണ്. അതിൻ്റെ മൗണ്ട് പോയിൻ്റ് / അല്ലെങ്കിൽ റൂട്ട്. അടുത്തതായി യൂസറുടെ ഹോം പാർട്ടീഷൻ, അതിൻ്റെ മൗണ്ട് പോയിൻ്റ് /home. ഇതും ext4 ഫയൽ സിസ്റ്റം ആണ്. അതുപോലെ മൂന്നാമതായി ഡിസ്കിൻ്റെ അവസാന ഭാഗത്തെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് സ്വാപ്പ് ഏരിയ ആയി യൂസ് ചെയ്യുന്നു. ഇതിൽ മൗണ്ട് പോയിൻ്റ് ഇല്ല. ഡുവൽ ബൂട്ടിംഗ്. ഒരു കമ്പ്യൂട്ടറിൽ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബൂട്ട് ചെയ്യുന്നതിനെയാണ് ഡുവൽ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുകൂടാതെ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡുവൽ ബൂട്ടിംഗ് സാധ്യമാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മാത്രമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഫ്രഷ് ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ എംടി ഹാർഡ് ഡിസ്ക് ഡ്രൈവോ ആണെങ്കിൽ ആദ്യം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുന്നേ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൻ്റെ എംടി പാർട്ടീഷനിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ പ്രോസസ് ഓഫ് ലിനക്സ് സെർവർ CentOS 7. CentOS 7 ലിനക്സ് സെർവർ വെർഷൻ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ്. ഒന്നാമത്തേത് ബൂട്ട് മീഡിയ. CentOS ഇൻസ്റ്റലേഷൻ DVD അഥവാ USB ബൂട്ടബിൾ ഡ്രൈവ്. 2. 2 GB of RAM for the computer. 4 GB recommended. മൂന്നാമത്തത് മിനിമം 1 GHz CPU സ്പീഡ്, 2 GHz CPU recommended. 4. 10 GB ഹാർഡ് ഡിസ്ക് സ്പേസ്, 20 GB recommended. ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നതിനായി കമ്പ്യൂട്ടർ DVD ഡ്രൈവിൽ നിന്നോ USB ബൂട്ടബിൾ ഡ്രൈവിൽ നിന്നോ ബൂട്ട് ചെയ്യുക. ഇങ്ങനെ ബൂട്ട് ചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെയുള്ള ഒരു മെനു നിങ്ങൾക്ക് ലഭ്യമാകും. ഇതിൽ ഇൻസ്റ്റാൾ CentOS 7 എന്ന ഓപ്ഷൻ അപ്പ് ആരോ കീ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുക. അടുത്തതായി ഇൻസ്റ്റലേഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. സാധാരണയായി ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ക്ലിക്ക് കണ്ടിന്യൂ ബട്ടൺ. അടുത്തതായി ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യുക. ഇതിനായി ഡേറ്റ് ആൻഡ് ടൈം മെനു ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മുടെ റീജിയൻ ഏഷ്യ എന്നും സിറ്റി കൽക്കട്ട എന്നും സെറ്റ് ചെയ്യുക. അതിനുശേഷം ടൈം സെറ്റ് ചെയ്യുക. AM PM ഫോർമാറ്റോ 24 hour ഫോർമാറ്റോ സെലക്ട് ചെയ്യാവുന്നതാണ്. ടൈം സെറ്റ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ഡൺ ബട്ടൺ. അടുത്തതായി സെർവർ ഇൻസ്റ്റലേഷൻ സോഫ്റ്റ്വെയർ സെലക്ഷനാണ്
ചെയ്യാനുള്ളത്. ഇതിനായി സോഫ്റ്റ്വെയർ സെലക്ഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇൻസ്റ്റാൾ ചെയ്യപ്പെടേണ്ട സെർവറിൻ്റെ എൻവയോൺമെൻറ്റ് സെലക്ഷനാണ്. സെലക്ട് സെർവർ വിത്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്ത ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് സെർവർ അതിനു വേണ്ട ആഡ് ഓൺസ് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. ഒരു സെർവർ അറിയപ്പെടുന്നത് അതിന് ഏത് റോൾ കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ്. ADDS ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സെർവർ ഡൊമൈൻ സെർവർ എന്നും, പ്രിൻ്റ് സർവീസസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സെർവർ പ്രിൻ്റ് സെർവർ എന്നും, അതുപോലെ ഇമെയിൽ സെർവർ, ഫയൽ സെർവർ, വെബ് സെർവർ എന്നീ റോളുകൾ നമുക്ക് ആവശ്യ അനുസരിച്ച് സെർവറിന് അസൈൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി പ്രിൻ്റ് സെർവർ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇൻസ്റ്റലേഷൻ ഡെസ്റ്റിനേഷൻ സെലക്ഷൻ. സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൻ്റെ ഏത് പാർട്ടീഷനിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇതിനായി ഇൻസ്റ്റലേഷൻ ഡെസ്റ്റിനേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിൽ 20 GB ഹാർഡ് ഡിസ്ക് കാണാവുന്നതാണ്. 20 GB ഹാർഡ് ഡിസ്ക് മുഴുവൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടി 20 GB ഹാർഡ് ഡിസ്കിൻ്റെ മെനു ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വലിയ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു empty പാർട്ടീഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പാർട്ടീഷനിങ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ പാർട്ടീഷനിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഡൺ ബട്ടൺ. ഇങ്ങനെ ഓട്ടോമാറ്റിക് പാർട്ടീഷൻ സെറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം തനിയെ ലിനക്സ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട പാർട്ടീഷൻസ്, റൂട്ട്, സ്വാപ്പ് എന്നിവ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്ത empty ഹാർഡ് ഡിസ്ക് സ്പേസിലോ അല്ലെങ്കിൽ മൊത്തം ഹാർഡ് ഡിസ്കിലോ ഓട്ടോമാറ്റിക് പാർട്ടീഷൻ ചെയ്യുന്നതാണ്. അടുത്തതായി ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ക്ലിക്ക് ബിഗിൻ ഇൻസ്റ്റലേഷൻ ബട്ടൺ. ഇൻസ്റ്റലേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് റൂട്ട് പാസ്വേഡ്, അതായത് ലിനക്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് അഥവാ സൂപ്പർ യൂസർ അക്കൗണ്ട്, അതാണ് റൂട്ടിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ റൂട്ടിനെ കൂടാതെ സിസ്റ്റം യൂസ് ചെയ്യുവാൻ സാധാരണ ഒരു യൂസർ അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റൂട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൂട്ട് പാസ്വേഡ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. റൂട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. വീണ്ടും റൂട്ട് പാസ്വേഡ് കൺഫേം ചെയ്യുക. റൂട്ട് പാസ്വേഡിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് വീക്ക് പാസ്വേഡ് ആണോ സ്ട്രോങ് പാസ്വേഡ് ആണോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഒരു വാർണിംഗും താഴെ കാണാവുന്നതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തതിനു ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസർ ക്രിയേഷൻ മെനു ക്ലിക്ക് ചെയ്യുക. യൂസറിൻ്റെ ഫുൾ നെയിം, യൂസർ നെയിം, ഉദാഹരണത്തിന് FTCP. റിക്വയർ എ പാസ്വേഡ് ടു യൂസ് ദിസ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ലഭ്യമാണ്. അതിനുശേഷം പാസ്വേഡ്, യൂസർ പാസ്വേഡ് സെറ്റ് ചെയ്യുക. യൂസർ പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യുവാൻ വേണ്ടി റീബൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കിട്ടുന്ന മെനു ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. CentOS ലിനക്സ് 7 കോർ എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡായി വന്നിട്ടുണ്ട്. സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി
എൻ്റർ ചെയ്യുക. അടുത്തതായി ലൈസൻസ് അഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്യുക. സെർവറിൻ്റെ ലോഗിൻ സ്ക്രീനാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ സമയത്ത് ക്രിയേറ്റ് ചെയ്ത യൂസർ അക്കൗണ്ട് ആയോ അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടായ റൂട്ട് അക്കൗണ്ടായോ ലോഗിൻ ചെയ്യാവുന്നതാണ്. യൂസർ അക്കൗണ്ടായി ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസർ നെയിം ക്ലിക്ക് ചെയ്തതിനു ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂസർ അക്കൗണ്ടായി FTCP ആയി സെർവറിലേക്ക് ലോഗിൻ ചെയ്യപ്പെട്ടു. CentOS ലിനക്സ് സെർവറിൻ്റെ ഡെസ്ക്ടോപ്പാണ് ചിത്രത്തിൽ കാണുന്നത്. പോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻ ഓഫ് ലിനക്സ് സെർവർ. ലിനക്സ് സെർവറിലേക്ക് റൂട്ട് അക്കൗണ്ടായി ലോഗിൻ ചെയ്തതിനു ശേഷം ആദ്യമായി ലാംഗ്വേജ് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് US സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലിനക്സ് സെർവർ നമുക്ക് യൂസ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. അടുത്തതായി ലിനക്സ് സെർവറിനെ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നെറ്റ്വർക്ക് കോൺഫിഗറേഷന് വേണ്ടി സ്ക്രീനിൻ്റെ ഏറ്റവും റൈറ്റ് ടോപ്പ് പോർഷനിൽ കാണുന്ന ആരോ ബട്ടൺ പ്രസ് ചെയ്താൽ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പോപ്പപ്പ് വിൻഡോ ലഭ്യമാകും. ഇതിൽ PCI ഇഥർനെറ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ കണക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇഥർനെറ്റ് കണക്ഷൻ ഓഫായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ വയേർഡ് കണക്ഷൻ അഥവാ ഇഥർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വയേർഡ് സെറ്റിംഗ്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വയേർഡ് കണക്ഷൻ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വിൻഡോ ലഭ്യമാകും. ഇവിടെ IP അഡ്രസ് ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് IP അഡ്രസ് ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഹാർഡ്വെയർ അഡ്രസ് മാത്രമാണ് ഇപ്പോൾ കാണാവുന്നത്. IP അഡ്രസ് സെറ്റ് ചെയ്യുവാൻ വേണ്ടി വിൻഡോയുടെ ബോട്ടം റൈറ്റ് കോർണറിലുള്ള സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വയേർഡ് കണക്ഷൻ അഥവാ ഇഥർനെറ്റ് കണക്ഷൻ്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുവാനുള്ള ഒരു വിൻഡോ ലഭ്യമാകും. ഇതിൽ IP വെർഷൻ 4 ക്ലിക്ക് ചെയ്യുക. IP വെർഷൻ 4 അഡ്രസ്സ് മാനുവലായി സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് ബൈ DHCP എന്ന ഓപ്ഷൻ സെർവറിൽ സാധാരണ ചെയ്യാറില്ല. സെർവറിന് ഒരു സ്റ്റാറ്റിക് IP അഡ്രസ്സ് അതായത് മാനുവലായ IP അഡ്രസ്സാണ് കൊടുക്കാറുള്ളത്. അതിനുശേഷം IP അഡ്രസ്സ് ഉദാഹരണത്തിന് ഒരു ക്ലാസ് C IP അഡ്രസ് 192.100.10.10 അതിൻ്റെ നെറ്റ് മാസ്ക് 255.255.255.0 അതുപോലെ നെറ്റ്വർക്കിലുള്ള ഗേറ്റ്വേ അഡ്രസ് 192.100.10.1 ഗേറ്റ്വേ അഡ്രസ്സ് ഈ നെറ്റ്വർക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റൗട്ടറിൻ്റെ അഡ്രസ്സോ അഥവാ മോഡത്തിൻ്റെ അഡ്രസ്സോ ആണ് സാധാരണ സെറ്റ് ചെയ്യാറുള്ളത്. ഗേറ്റ്വേ അഡ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാനിൽ നിന്നും വാനിലേക്കുള്ള ഇൻ്റർഫേസ് ഏത് ഉപകരണം വഴിയാണോ അതിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. സാധാരണ വാൻ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി അഥവാ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടി മോഡമാണ് യൂസ് ചെയ്യാറുള്ളത്. മോഡത്തിൻ്റെ IP അഡ്രസ്സായ 192.100.10.1 ആണ് ഇവിടെ ഗേറ്റ്വേ അഡ്രസ്സായി കൊടുത്തിട്ടുള്ളത്. മോഡത്തിൻ്റെ അഡ്രസ്സ് ഹോസ്റ്റ് ID സാധാരണ 1 ആണ് സെറ്റ് ചെയ്യാറുള്ളത്. അതിനുശേഷം
DNS സെർവർ അഡ്രസ് ടൈപ്പ് ചെയ്യുക. സാധാരണയായി ഗേറ്റ്വേ അഡ്രസ്സ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഒരു DNS സെർവർ ലഭ്യമാണെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ സേവ് ചെയ്യപ്പെടുകയും IPv4 അഡ്രസ്സ്, ഹാർഡ്വെയർ അഡ്രസ്സ്, ഡിഫാൾട്ട് ഗേറ്റ്വേ എന്നീ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്തതായി കാണാവുന്നതാണ്. നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓവർവ്യൂ ഓഫ് ലിനക്സ് ഫയൽ സ്ട്രക്ചർ, ലിനക്സ് യൂസേഴ്സ്, സൂപ്പർ യൂസർ, ഗ്രൂപ്പ് യൂസർ ആൻഡ് അതേഴ്സ്, യൂസർ പെർമിഷൻസ്, റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്, കോമൺ കമാൻഡ്സ് ഫോർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. ഓവർവ്യൂ ഓഫ് ലിനക്സ് ഫയൽ സ്ട്രക്ചർ. ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ സി ഡ്രൈവിൽ ഉള്ള ഫോൾഡേഴ്സിന് സമാനമായ ഒരു ഫയൽ സ്ട്രക്ചറാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത ഒരു കമ്പ്യൂട്ടറിൽ ഫയൽ സിസ്റ്റം ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ഇതിൻ്റെ ഒരു ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ഡയറക്ടറിയായ റൂട്ടിന് കീഴിലാണ് ബാക്കി എല്ലാ ഡയറക്ടറീസും സബ് ഡയറക്ടറീസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട സബ് ഡയറക്ടറീസ് ബിൻ, ബൂട്ട്, ഡിവൈസ്, etc, ഹോം, ലൈബ്, മീഡിയ, MNT, OPT, റൂട്ട്, SBIN, SRV, ടെമ്പ്, യൂസർ, VAR എന്നിവയാണ്. ഒരു ലിനക്സ് ലോഡ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിലെ ഫയൽ സിസ്റ്റം പാർട്ടീഷനിൽ കാണുന്ന ഡയറക്ടറീസാണ് ചിത്രത്തിൽ ഇപ്പോൾ കാണുന്നത്. റൂട്ട്. ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ സി ഡ്രൈവിന് സമാനമായ ഡയറക്ടറിയാണ് ലിനക്സിൽ റൂട്ട് എന്ന ഡയറക്ടറി. റൂട്ട് ഡയറക്ടറിക്കു കീഴിലാണ് ബാക്കി എല്ലാ ഡയറക്ടറീസും വരുന്നത്. ബിൻ. ഈ ഡയറക്ടറി പ്രധാനപ്പെട്ട കമാൻഡുകൾ അടങ്ങിയിരിക്കുന്നു. ബൂട്ട്. ഈ ഡയറക്ടറിയിൽ ബൂട്ട് പ്രോസസ്സിന് ആവശ്യമായ ഫയലുകൾ അടങ്ങിയിരിക്കുന്നു. ഡിവൈസ് ഫയൽസ് അടങ്ങിയിരിക്കുന്ന ഡയറക്ടറി ആണ് ഡിവൈസ്. etc, ലിനക്സ് സിസ്റ്റം കോൺഫിഗറേഷൻ ഫയൽസ് അടങ്ങിയിട്ടുള്ള ഡയറക്ടറിയാണ് etc. ഹോം ഡയറക്ടറി എല്ലാ യൂസേഴ്സിൻ്റെയും ഹോം ഫോൾഡർ അടങ്ങിയിരിക്കുന്നു. MNT. ഈ ഡയറക്ടറി എക്സ്റ്റേണൽ റിമൂവബിൾ ഡ്രൈവായ CD ഡ്രൈവ്, പെൻ ഡ്രൈവ് എന്നിവ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള കണ്ടൻസ് താൽക്കാലികമായി സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലൈബ്. ഈ ഡയറക്ടറിയിൽ ലിനക്സ് ഫയൽ സിസ്റ്റത്തിൻ്റെ കേണൽ മൊഡ്യൂളുകളും ലൈബ്രറി ഇമേജുകളും അടങ്ങിയിരിക്കുന്നു. ലിനക്സ് യൂസേഴ്സ്. ഒരു ലിനക്സ് സിസ്റ്റത്തിൽ പ്രധാനമായും 3 തരം യൂസേഴ്സ് ആണ് ഉള്ളത്. ആദ്യത്തേത് സൂപ്പർ യൂസർ അക്കൗണ്ടിനെ റൂട്ട് അക്കൗണ്ട് അഥവാ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് എന്നും അറിയപ്പെടും. ലിനക്സ് സെർവറിൽ എല്ലാ പെർമിഷൻസും എല്ലാ അധികാരങ്ങളും ഉള്ള ഒരു അക്കൗണ്ടാണ് സൂപ്പർ യൂസർ അക്കൗണ്ട്. ഇത് പ്രധാനമായും സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ യൂസർ അക്കൗണ്ടിൻ്റെ അധികാരങ്ങൾ താഴെ പറയുന്നവയാണ്. ഫുൾ റീഡ്, റൈറ്റ്,
ആൻഡ് എക്സിക്യൂട്ട് പെർമിഷൻസ്, അതായത് എല്ലാ ഫയൽ, സിസ്റ്റം, ഫോൾഡർ എന്നിവ റീഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള അധികാരം റൂട്ട് യൂസറിന് ഉണ്ടായിരിക്കും. അതുപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിനോ സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്യുന്നതിനോ ഉള്ള പെർമിഷൻസ്, സിസ്റ്റം ഫയൽസ്, അതുപോലെ സിസ്റ്റം സെറ്റിങ്സ് എന്നിവ മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻസ്. രണ്ടാമത്തെ യൂസർ ടൈപ്പാണ് ഗ്രൂപ്പ് യൂസർ. എ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് യൂസേഴ്സ്. ഒരു ഗ്രൂപ്പിൽ ഒരുപാട് യൂസേഴ്സ് അടങ്ങിയിട്ടുണ്ടാകും. ഗ്രൂപ്പിൻ്റെ പ്രധാന ഉദ്ദേശം ഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള യൂസേഴ്സിനെ കോമണായി ചില റെസ്ട്രിക്ഷൻസോ ചില പെർമിഷൻസോ അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണമായി റീഡ് പെർമിഷൻ, റൈറ്റ് പെർമിഷൻ ഓർ എക്സിക്യൂട്ട് പെർമിഷൻ. അതുപോലെ തന്നെ റിസോഴ്സ് ഷെയറിംഗ്, ഗ്രൂപ്പിലുള്ള എല്ലാ യൂസേഴ്സിനും ഒരു റിസോഴ്സ് കോമണായി ഷെയർ ചെയ്യാൻ പറ്റുന്നു. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ യൂസേഴ്സിനും ഒരേ തരം പെർമിഷൻസാണ് ഒരു ഫയലിൻ്റെ മേൽ ഉള്ളത്. ഒരു യൂസർ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ യൂസറുടെ പേരിൽ ഒരു ഗ്രൂപ്പ് കൂടി ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആവുന്നു. ഇതുകൂടാതെ പ്രധാനപ്പെട്ട സിസ്റ്റം ഗ്രൂപ്പ്സ്, അഡ്മിൻസ്, റൂട്ട് യൂസേഴ്സ് എന്നിവയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻസ് ഒരു യൂസറിനെ അസൈൻ ചെയ്യുന്നതിന് ആ യൂസറിനെ അഡ്മിൻസ് അഥവാ റൂട്ട് ഗ്രൂപ്പിലെ മെമ്പർ ആക്കുന്നു. മൂന്നാമത്തെ യൂസർ ടൈപ്പാണ് അതേഴ്സ്. ലിനക്സ് ഫയൽ സിസ്റ്റത്തിലെ ഒരു ഫയലിനോ അഥവാ ഡയറക്ടറിക്കോ പുറത്തുള്ള ഒരു യൂസറിനെ റൈറ്റ് ഓർ റീഡ് പെർമിഷൻസ് അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ യൂസറിനെ അതർ യൂസേഴ്സ് എന്നറിയപ്പെടുന്നു. ഈ യൂസർ അല്ല ആ ഫയലോ ഡയറക്ടറിയോ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ ഈ യൂസർ ആ ഫയൽ ഓർ ഡയറക്ടറി ഷെയർ ചെയ്ത ഗ്രൂപ്പിൽ മെമ്പറും ആയിരിക്കില്ല. ഇത്തരം യൂസേഴ്സിനെ അതർ യൂസർ എന്നറിയപ്പെടുന്നു. യൂസർ പെർമിഷൻസ്. ലിനക്സിലുള്ള ഓരോ ഫയലിനും ഡയറക്ടറിക്കും പ്രധാനമായും താഴെ പറയുന്ന 3 പെർമിഷൻസാണ് ഉള്ളത്. ആദ്യത്തേത് റീഡ്. ഈ പെർമിഷൻ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുവാനും റീഡ് ചെയ്യുവാനുമുള്ള അധികാരം ഒരു യൂസർക്ക് നൽകുന്നു. അതുപോലെ റീഡ് പെർമിഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടറിയിലുള്ള കണ്ടൻസ് ലിസ്റ്റ് ചെയ്യാനും കഴിയുന്നു. രണ്ടാമത്തെ പെർമിഷൻ റൈറ്റ് പെർമിഷൻ. ഈ പെർമിഷൻ ഒരു യൂസർക്ക് ഒരു ഫയൽ തുറന്ന് അതിൻ്റെ കണ്ടൻസ് മോഡിഫൈ ചെയ്യാനും, അതായത് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഫയൽ റീനെയിം ചെയ്യാനോ ഉള്ള അധികാരം നൽകുന്നു. മൂന്നാമത്തെ പെർമിഷൻ എക്സിക്യൂട്ട് പെർമിഷൻ. എക്സിക്യൂട്ട് പെർമിഷൻ ഉണ്ടെങ്കിൽ യൂസർക്ക് ഒരു പ്രോഗ്രാമോ ഒരു ഫയലോ റൺ ചെയ്യാനുള്ള അധികാരം നൽകുന്നു. കോമൺ കമാൻഡ്സ് ഫോർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത ഒരു സെർവറിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില കമാൻഡുകളാണ് താഴെ പറയുന്നവ. ls, pwd, cd, cp, mv, mkdir, rmdir, rm, ifconfig, ping, clear. ls കമാൻഡ്. ls അഥവാ ലിസ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ഡയറക്ടറിയുടെ കീഴിലുള്ള ഫയൽസും സബ് ഡയറക്ടറീസും ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. pwd കമാൻഡ്. pwd അഥവാ പ്രിൻ്റ് വർക്കിംഗ് ഡയറക്ടറി കമാൻഡ് യൂസ് ചെയ്യുന്നത് കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറിയുടെ പാത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. cd കമാൻഡ്. cd കമാൻഡ് അഥവാ ചേഞ്ച് ഡയറക്ടറി. ഈ കമാൻഡ് ലിനക്സ് ഫയൽ സിസ്റ്റത്തിലെ
ഡിഫറൻറ്റ് ഡയറക്ടറീസിൽ കൂടെ മൂവ് ചെയ്യുന്നതിനു വേണ്ടിയാണ്. ഈ കമാൻഡ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മൂവ് ചെയ്യേണ്ട ഡയറക്ടറിയുടെ ഫുൾ പാത്ത് അല്ലെങ്കിൽ നെയിം വേണ്ടി വരുന്നു. cd സ്പേസ് ഡോട്ട് ഡോട്ട് ഈ കമാൻഡ് ഒരു ഡയറക്ടറി മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിന്, അതായത് ഒരു ഡയറക്ടറിയുടെ തൊട്ട് മുകളിലുള്ള പാരൻ്റ് ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. cd കമാൻഡ്, ഈ കമാൻഡ് ഡയറക്റ്റായി നമ്മുടെ യൂസറിൻ്റെ ഹോം ഫോൾഡറിലേക്ക് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. cd സ്പേസ് സ്ലാഷ് ഈ കമാൻഡ് ഡയറക്റ്റായി റൂട്ട് ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. cp കമാൻഡ് അഥവാ കോപ്പി കമാൻഡ് ഫയൽസ് ഒരു ഡയറക്ടറിയിൽ നിന്നും മറ്റൊരു ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്നു. മൂവ് കമാൻഡ് അഥവാ mv കമാൻഡ്, ഈ കമാൻഡ് പ്രധാനമായും ഫയൽസ് ഒരു ഡയറക്ടറിയിൽ നിന്നും വേറൊരു ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ഫയലിനെ റീനെയിം ചെയ്യുന്നതിന് വേണ്ടിയും ഈ കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. mkdir കമാൻഡ് അഥവാ മേക്ക് ഡയറക്ടറി, ഈ കമാൻഡ് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. rmdir കമാൻഡ് അഥവാ റിമൂവ് ഡയറക്ടറി കമാൻഡ് ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഒരു ഡയറക്ടറി റിമൂവ് ചെയ്യുന്നതിന് അതിന് വേണ്ട പെർമിഷൻസ് ഉണ്ടായിരിക്കണം. rm കമാൻഡ്, rm അഥവാ റിമൂവ് കമാൻഡ് ഒരു ഫയൽസിനെയോ ഡയറക്ടറി സ്ട്രക്ചറിനെയോ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. rm ഫയൽ നെയിം, ഈ കമാൻഡ് ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. rm സ്പേസ് -r ഡയറക്ടറി നെയിം, ഈ കമാൻഡ് ഒരു ഡയറക്ടറിയെ അതിൻ്റെ സബ് ഡയറക്ടറീസിനെ മൊത്തമായി ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ifconfig കമാൻഡ് ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡിഫറൻറ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സിൻ്റെ IP അഡ്രസ് കോൺഫിഗറേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ കമാൻഡ് ഉപയോഗിച്ച് ഡിഫറൻറ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സിൻ്റെ IP അഡ്രസ്സ്, സബ്നെറ്റ് മാസ്ക്, ഡിഫാൾട്ട് റൂട്ട് അഥവാ ഗേറ്റ്വേ, ബ്രോഡ്കാസ്റ്റ് ID എന്നിവ കാണാവുന്നതാണ്. പിങ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി പരിശോധിക്കാവുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്കോ അഥവാ വേറെ ഒരു സെർവറിലേക്കോ ഉള്ള കണക്ഷൻസ് IP അഡ്രസ് ഉപയോഗിച്ചോ സെർവറിൻ്റെ ഡൊമൈൻ നെയിം ഉപയോഗിച്ചോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി പിങ് google.com എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് അഥവാ ഗൂഗിൾ സെർവറിലേക്ക് ആക്സസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കമാൻഡ് ഉപയോഗിച്ച് റെസ്പോൺസ് ടൈം കൂടി നമുക്ക് കാണാവുന്നതാണ്. ക്ലിയർ കമാൻഡ് വിൻഡോ സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതോടെ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും അവസാനിക്കുന്നു. കൂടുതൽ കമാൻഡുകളെ പരിചയപ്പെടുന്നതിനും അവ ഒരു ടെർമിനൽ എങ്ങനെ റൺ ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതിനും ചാപ്റ്റർ 3, 4, 5 എന്നിവ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്.